ഔഷധ പ്രാധാന്യമുള്ള ഗണപതി നാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇന്നത്തെ വീഡിയോയിൽ. ഗണപതി നാരങ്ങയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ നന്നായിട്ട് ചെത്തിക്കളയണം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ തോലും ചെത്താൻ കേട്ടോ. നല്ല പഴുത്തതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ തോലും ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ചതിന് ശേഷമാണ് ചെത്തി കൊടുത്തത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തുള്ള കുരുക്കളൊക്കെ നീക്കം ചെയ്യണേ. ഒരു കുരു പോലും ഇരിക്കാൻ പാടില്ല, കുരുക്കൾ മൊത്തവും നീക്കം ചെയ്യണം. പൊതുവേ ഈ ഗണപതി നാരങ്ങയ്ക്ക് നല്ലൊരു കയ്പ്പാണ് കേട്ടോ. അപ്പോൾ കുരുക്കൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ കയ്പ്പ് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനകത്തുള്ള കുരുക്കളൊക്കെ എടുത്ത് മാറ്റണം. നാരങ്ങ മുറിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റിയിരിക്കണം. അച്ചാർ പൂത്തു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. നാരങ്ങയ്ക്കകത്തുള്ള കുരുക്കളൊക്കെ മാറ്റിയിട്ട് ഈ നെടുവ് ഇരിക്കണ ഒരു വെള്ള പൂഞ്ചു പോലിരിക്കണ ഭാഗമല്ലേ, അതും കുറച്ചങ്ങ് മാറ്റിക്കളയാം കേട്ടോ. ബാക്കി ഇത്രയാണ് ഉള്ളത്. അകക്കാമ്പ് കുറവാണ്. ഇതാ നന്നായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. മാങ്ങ അച്ചാറുടെ അരിയും പോലെയാണ് അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും, നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അരിഞ്ഞെടുത്ത ഉടനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഇളക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ഇനി അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 50 ഗ്രാം നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്, മൊത്തത്തിൽ എനിക്കായത്. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ബ്രൗൺ നിറമാകണ്ട, ചെറിയൊരു ബ്രൗൺ നിറമാകണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്രയും ഇട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണ ചൂടായതല്ലേ, അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അതിൽ കൂടി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതാ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാ നന്നായിട്ട് ഇതുപോലെ വഴറ്റി എടുക്കണം. മുളക് പൊടി നാരങ്ങയുടെ എല്ലാ ഭാഗത്തുമായി ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗണപതി നാരങ്ങയ്ക്ക് നല്ല കയ്പ്പായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. ഞാൻ ഉലുവാപ്പൊടി ചേർക്കണില്ല. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ തിളപ്പിച്ച് ചെറിയ ചൂടോടെ, നല്ല ചൂടോടെ ഒഴിക്കരുത്, ചെറിയ ചൂടോടുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് ചെറിയ ചൂടോടെ, തിളച്ചതിന് ശേഷം ചെറിയ ചൂടോടെ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ നാരങ്ങയിൽ പിടിച്ച് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ. കുറച്ച് ശർക്കര
വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി കേട്ടോ. ശർക്കര പാനി ഒഴിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഒരുപാടൊന്നും കയ്പ്പ് പോവില്ല, പക്ഷേ കുറച്ച് കയ്പ്പിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ചില്ല് കുപ്പിക്കകത്താക്കി സൂക്ഷിക്കാം. നമുക്ക് ഇഷ്ടാനുസരണം ചോറിൻ്റെ കൂടെ ആയാലും പഴങ്കഞ്ഞിയുടെ കൂടെ ആയാലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഔഷധ പ്രാധാന്യമുള്ള ഗണപതി നാരങ്ങ ഇങ്ങനെ അച്ചാറിട്ട് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.